ഊരാളുങ്കലിനെ പിന്തുണച്ച സർക്കാർ സഭയിൽ ക്രമവിരുദ്ധമായി ഒന്നും ഊരാളുങ്കലിന് നൽകിയിട്ടില്ല എന്ന് മന്ത്രി പി കെ ബഷീർ. ഊരാളുങ്കലിന് വഴിവിട്ട കരാറുകൾ നൽകി എന്ന് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ UDF ആരോപിച്ചിരുന്നു. ഊരാളുങ്കലിൻ്റേത് നിലവാരമുള്ള പ്രവൃത്തികൾ എന്നായിരുന്നു മന്ത്രി പി കെ ബഷീറിന്റെ സർട്ടിഫിക്കറ്റ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഊരാളുങ്കലിനെതിരെ വളരെ ശക്തമായ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നതാണ് UDF. പക്ഷേ ഭരണത്തിലേറിയപ്പോൾ നല്ലത് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുന്നു. എന്താണ് ഇതിലെ മാജിക്? ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് UDFിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നത്. ഊരാളുങ്കലിന് വഴിവിട്ട് കരാറുകൾ നൽകുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം തന്നെ ഇത് വലിയ അഴിമതിക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ള ആരോപണവും അന്ന് പ്രതിപക്ഷത്തു നിന്നും ഉയർന്നു വന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും സഭയിൽ ഈ വിഷയം വരുന്നു. സഭയിൽ തൃപ്പൂണിത്തുറ അംഗവും അതോടൊപ്പം തന്നെ വൈക്കം MLA ബിനിമോൻ അടക്കമുള്ള ആളുകളുമാണ് ഇന്ന് ഈ ചോദ്യം ചോദിച്ചത്. F രാജയുടെ ചോദ്യവും ഉണ്ടായിരുന്നു. ഈ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞത് നിലവിൽ ക്രമവിരുദ്ധമായി ഏതെങ്കിലും തരത്തിലുള്ള കരാറുകൾ ഊരാളുങ്കലിൽ നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, നല്ല പ്രവൃത്തി ആയതിനാൽ കൂടുതൽ ആളുകൾ ഊരാളുങ്കലിനെ സമീപിക്കുന്നു. അതിനാലാണ് അവരുടെ പ്രവൃത്തികൾ തടസ്സപ്പെടുന്നത് അല്ലെങ്കിൽ വൈകുന്നത് എന്നൊരു മറുപടിയാണ് നൽകുന്നത്. ഈ KM അഭിജിത്ത് അടക്കമുള്ള ആളുകളും ഈ വിഷയത്തിൽ VT ബൽറാം അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ചോദ്യം ഉയർന്നിരുന്നു. പലയിടങ്ങളിലും ഊരാളുങ്കൽ ഏറ്റെടുത്തിരിക്കുന്ന പദ്ധതികൾ തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥയുണ്ട്. അവർക്ക് പലയിടങ്ങളിലായി കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതിനാൽ പലയിടങ്ങളിലും ഏറ്റെടുത്ത കരാറുകൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ആ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന ചോദ്യം VT ബൽറാമും KM അഭിജിത്തും ചോദിച്ചു. അതിന് മറുപടിയായി മന്ത്രി പറഞ്ഞത് കൂടുതൽ ആളുകൾ ഊരാളുങ്കലിനെ സമീപിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്, കൂടുതൽ പ്രവർത്തികൾ അവർ ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പലയിടങ്ങളിലും പ്രവർത്തികൾ തടസ്സപ്പെട്ട് കിടക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം എന്നൊരു മറുപടി കൂടി മന്ത്രി നൽകുകയാണ്. എന്തായാലും ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുന്നു. ഇനിയാണ് ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം സഭയിലേക്ക് എത്തുന്നത്. അത് PM ശ്രീയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഉഷാ വിജയനും TJ വിനോദും KM അഭിജിത്തും പ്രവീൺ കുമാറുമാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ എടുത്ത നടപടികൾ എന്തെല്ലാമാണ് എന്ന് വിശദീകരിക്കാമോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുൻ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുകയും കേന്ദ്ര ഫണ്ട് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഈ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാനം നിയമപരമായി നിർബന്ധിതമായിരിക്കുകയാണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാട് എന്ത് എന്നുള്ള കാര്യത്തിൽ ഇന്നൊരു വ്യക്തതയുണ്ടാകും. ഇതിൽ സർക്കാർ നിർബന്ധിതമാണോ പദ്ധതിയിൽ തുടരാൻ എന്നൊരു കാര്യത്തിലെ മറുപടി ഇന്ന് മന്ത്രി പറയും. അതോടൊപ്പം തന്നെ മുൻ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റിയിട്ടുള്ള ഫണ്ടുകളുടെ വിവരങ്ങളും ഇന്ന് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. 10 മണി വരെയാണ് ചോദ്യോത്തരവേള. സമയം ഇപ്പോൾ 9:37 ആകുന്നു. ഇപ്പോൾ ഇനി തൊട്ടടുത്ത ചോദ്യം ഇതായി എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇപ്പോൾ +1 സീറ്റുകളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിന്റെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ സംബന്ധിച്ച ചോദ്യങ്ങളും വരാം. ഇപ്പോൾ ഊരാളുങ്കലിന് സഭയിൽ മന്ത്രി നൽകിയ പിന്തുണയുടെ ദൃശ്യം കൂടി കർശനമായി പാലിക്കുന്നു. പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിന്റെ കീഴിൽ മോർത്ത് SBD പ്രകാരം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രത്യേക മുൻഗണന നിലവിൽ ഇല്ല. എന്നാൽ പൊതുമരാമത്ത് സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ദേശീയപാത പ്രവൃത്തികളിൽ മേൽ സൂചിപ്പിച്ച സർക്കാർ ഉത്തരവുകൾ ബാധകമാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. PWD മാനുവൽ, SBD കണ്ടീഷൻ എന്നിവ അനുസരിച്ചാണ് ഇവ നടപ്പിലാക്കുന്നത്. ഗുണനിലവാര പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. പ്രവൃത്തികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുന്നതാണ്. പിന്നെ ആണെങ്കിൽ അവർ ആദ്യം നല്ല ക്വാളിറ്റി വർക്കായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുങ്കലിന്റെ പിന്നാലെ പോയത്.